ഒറ്റയ്ക്കാണോ താമസം? ഹസ്ബൻഡ് കൂടെ വന്നില്ല? നീ കുറേ ദിവസമായല്ലോ ഇവിടെ. ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? ദേ കൊച്ചേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ജീവിതം നിൻ്റെയാ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ ജീവിതത്തിൽ സ്വാഭാവികമല്ലേ. ഈ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കേൾക്കാത്ത മാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ആളുകളും ആയിരിക്കില്ല, അല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുക്കൾ, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഫ്രണ്ട്സ്, ആരും ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ലുക്ക് അറ്റ് ദിസ്. സാമന്ത അല്ലേ? നമുക്കറിയാം, ഇന്ത്യയിലിപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള, ബ്രാൻഡ് വാല്യൂ ഉള്ള, ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള ഒരു മികച്ച നടിയാണ് സമന്ത. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മനുഷ്യരുടെ, കാഴ്ചക്കാരുടെ ഇടയിൽ വളരെയധികം പ്രാധാന്യം നേടിയെടുത്ത ഒരു പെൺകുട്ടിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ സക്സസ്ഫുള്ളായ കരിയറിലൂടെ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. അവർ മാരീഡായി, അവർ നല്ല ഒരു ഫാമിലിയിലാണ് കല്യാണം കഴിച്ചത്. ബട്ട് എനി ഹൗ, വാട്ട് എവർ ദ റീസൺസ്, കുറച്ചു കാലം കൊണ്ട് അവർ ഡിവോഴ്സ് ആകുകയും അവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും അവരെല്ലാ രോഗാവസ്ഥകളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതിനെപ്പറ്റി അവരെ കുറച്ച് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, സാമന്ത പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഇത്രയും ഫിനാൻഷ്യലി സ്റ്റേബിളായ, സമൂഹത്തിൽ ഇത്രയും വിലയും പ്രാധാന്യവും സ്റ്റാർഡവുമുള്ള ഒരു പെൺകുട്ടി അവരുടെ ഡിവോഴ്സിന് ശേഷം, അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അവരുടെ ഡിവോഴ്സിന് ശേഷം അവരെ പൊതുസമൂഹം അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള വളരെ അടുത്ത ആളുകൾ അവരെ കണ്ടിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. യൂസ്ഡ് ആയിട്ടുള്ള, അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ട്, വളരെ അപമാനിതയായി ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയായിട്ട് ജീവിക്കപ്പെടേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആകപ്പെട്ട ഒരു സ്ത്രീ അപമാനഭാരം ചുമന്ന് നടക്കേണ്ടവളാണ് എന്നുള്ളൊരു ബോധത്തിലാണ് അവരോട് പലരും പെരുമാറിയിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് നിങ്ങൾ സമന്തയായാലും സാധാരണ ഒരു കുടുംബ വീട്ടമ്മ, സാധാരണ ഒരു സ്ത്രീ ആയാലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണിത്. നിങ്ങൾ വോട്ടെവർ, നിങ്ങൾ കളക്ടറായിരിക്കും, ഡസൻ മാറ്റർ, നിങ്ങൾ IAS IPS വോട്ടെവർ യു ഹാവ്, നിങ്ങൾക്കൊന്നുമില്ല, ഒരു സാധാരണ സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണെങ്കിലും ഇത് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. നോക്കൂ, ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം, ഒരു വിവാഹം, അത് നമുക്ക് ഒട്ടും ഓക്കെ അല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം തരുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥത, സ്വീകാര്യത ആ ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടും ആ ബന്ധത്തിൽ നിന്ന് മാറി ജീവിക്കാനുള്ള ഒരവകാശം നമുക്കുണ്ട്. ഏത് മനുഷ്യനുണ്ട്, അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനുണ്ട്, രണ്ടു കൂട്ടർക്കുണ്ട്. സമാധാനമായി പിന്നീടും മുന്നോട്ട് ജീവിതം തുടരാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ അത്ര ഈസി ആയിട്ട് വെറുതെ വിടുവൊന്നുമില്ല. നമ്മളെ തുടർന്നുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ, നമ്മുടെ സമാധാനത്തെയും സ്വസ്ഥതയെയും തകർക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുമായിട്ട്, ഒളിയമ്പുകളുമായിട്ട്, ഒറ്റപ്പെടുത്തലായിട്ടൊക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനും ഇതുപോലെ ഡിവോഴ്സ്ഡ് ആയ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിത് പറയാൻ അവകാശമുണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് അതിനോട് പ്രതികരിക്കണമെന്ന് തോന്നിയത്. ഞാനും ഒരു സമയത്ത് ലൈഫിൽ ഡിവോഴ്സ്ഡ് ആയിരുന്നു. ശേഷം റീമാരേജ് ചെയ്ത ഒരാളാണ്. ഡിവോഴ്സ് ആയിരുന്ന സമയത്ത് നോക്കൂ, ഞാൻ ഡിവോഴ്സ് ആയ സമയത്തൊക്കെ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിപ്പോയ ഒരാളാണ്, തകർന്നു പോയ ഒരാളാണ്. കാരണം നമ്മുടെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ്, എന്താ പറയുക, മരണത്തിൻ്റെ വക്കോളം പോയി തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. കുറേ ദിവസം ഞാൻ കരഞ്ഞു, വിഷമിച്ചു, എൻ്റെ വീട്ടിലിരുന്നു, മുറിക്കകത്ത് അടച്ചിരുന്നു, കുറേ കരയും, വീട്ടുകാരെ ആശ്വസിപ്പിക്കും, എഴുന്നേറ്റിരിക്കും, ഭക്ഷണം എന്തെങ്കിലും കഴിക്കും, പിന്നെ അടയ്ക്കും. ആ എൻ്റെ റൂം എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ചെറിയൊരു സാഹചര്യത്തിലേക്ക് ഒതുങ്ങി ജീവിച്ചു ഒരുപാട് കാലം. അതിനുശേഷം നമുക്ക് തന്നെ മടുക്കും ഈ കൊക്കൂണിനുള്ളിൽ ഒതുങ്ങിയൊരവസ്ഥ. അവിടെ നിന്ന് ചിലപ്പോൾ നമ്മുടെ നല്ല ഫ്രണ്ട്സ്, നമ്മുടെ പാരൻസ്, അവരുടെയൊക്കെ ഒരു സ്വാധീനം കൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് പുറത്തോട്ടിറങ്ങി പുതിയൊരു സാഹചര്യത്തിലോട്ട് ജീവിക്കാൻ വേണ്ടി നമ്മുടെ പഴയ ജോലി സ്ഥലത്തേക്കോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയൊരു ജോലി സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പതുക്കെ ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങും, അല്ലേ? നമ്മൾ
ഡിവോഴ്സ്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ വെള്ള സാരിയൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ആദ്യം കളർഫുള്ളൊന്നും ആവാത്ത നല്ല വസ്ത്രങ്ങളൊന്നും ഉടുക്കാതെ ആകെ കോലം കൊട്ട് ശരീരമൊക്കെ മെലിഞ്ഞ് ക്ഷീണിച്ച് അവശയരായി വിഷമിച്ച് ഡിപ്രസ്ഡായി കണ്ണീര് ഒലിപ്പിച്ച് നടന്നാൽ എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. ചുറ്റുമുള്ള പലർക്കും അത് വലിയ സന്തോഷവും കാര്യങ്ങളും. അയ്യോടാ പാവം കണ്ടോ, അയ്യോടാ പാവം കണ്ടോ, അങ്ങനെ പാവം ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളെ കുറേ പേര് സിമ്പതി പറയാനുണ്ടാവും, നമ്മളെ വിഷമം പറയാനുണ്ടാവും. അതിനെ മുതലെടുക്കുന്നവരും ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല, 2 തരം ആൾക്കാരുണ്ടാവും. അതേസമയം നമ്മൾ തിരിച്ച് നമ്മളെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിച്ചാൽ, നമ്മളെ ഫിസിക്കൽ ബോഡി നന്നാക്കാൻ ശ്രമിച്ചാൽ, നമ്മൾ ഒന്നുകൂടി അലങ്കരിച്ച് നടന്നാൽ, നമ്മൾ നന്നായി ഒന്ന് ചിരിച്ച് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണവും വസ്ത്രവും നമ്മുടെ സ്പേസിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും. ഒരു നല്ല ട്രിപ്പൊക്കെ പോയി നോക്കൂ, അപ്പം തുടങ്ങും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലേ, എന്താ പറയുക, അവൾക്ക് ഡിവോഴ്സ് ആയെന്ന് ഒരു പ്രശ്നമല്ല, അവൾ ചിരിക്കുന്ന കണ്ടില്ലേ, അവൾ എന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് ആഡംബരത്തിൽ നടക്കുകയാണ്. ഈ പറയുന്ന ഒരാളും നമുക്ക് ഒരു നയാ പൈസയും തരുന്നില്ല. നമുക്ക് വസ്ത്രം വാങ്ങിക്കാനോ നമുക്ക് ഫുഡ് കഴിക്കാനോ നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മാനസികമായ ഉല്ലാസത്തിനോ 1 രൂപയോ ഒരു സഹായമോ ഒരാളും തരുന്നില്ല. നമ്മുടെ ഉള്ളിലെ വേദനകളെ നമ്മൾ അടക്കി ഒതുക്കി അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കടന്ന് എങ്ങനെ ലൈഫിനെ അടുത്ത സ്റ്റെപ്പിലോട്ട് ബെറ്റർ സ്റ്റേജിലോട്ട് കൊണ്ടുവരാം എന്ന് ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പിന്നിലേക്ക് വലിക്കുകയാണ്, 2 സൈഡിലേക്കും പിന്നിലേക്കും വലിക്കുകയാണ്. അവൾ ഒരുങ്ങി നടക്കുന്നുണ്ടോ, അവൾ ചമഞ്ഞ് നടക്കുന്നുണ്ടോ, അവൾക്കൊരു വിഷമമില്ലടേ, അവൾക്ക് വേറെ എന്തോ, അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് വരാൻ തുടങ്ങും, അവൾക്ക് വേറെ എന്തോ ഒരു അഫെയർ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെ വേറെ എന്തോ ഇതിലും നല്ല അവൾ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഈ പരിപാടിക്കൊന്നും നിൽക്കൂല. ഇങ്ങനെ തുടങ്ങും ആൾക്കാർ. ഞാനിതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വ്യക്തമായി ഇവിടെ മാത്രം, എൻ്റെ വീട്ടിൽ മാത്രമോ അല്ല എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുനിന്നോ മാത്രമൊന്നുമല്ല, ഞാൻ വർക്ക് ചെയ്ത സ്പേസിൽ നിന്ന് ഞാൻ വളരെ ഹാപ്പിയായി ചിരിച്ച് ക്ലാസ് എടുക്കുകയും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ധരിച്ച് നന്നായി എന്നെ ഒരുക്കി മിടുക്കിയാക്കി കുറച്ചുകൂടി ബെറ്ററാക്കി ഞാൻ മുന്നോട്ട് പോയൊരു സമയത്ത് എൻ്റെ സ്റ്റാഫ് റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ട ഒരു സാറ്, ടീച്ചർ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട് ഈയിടെയായിട്ട്, എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? അവർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ദർ ഈസ് സംവൺ ബിഹൈൻഡ് ദ കേർട്ടൻ എന്ന് പറഞ്ഞതിനോട്ട് എൻ്റെ പിന്നിൽ എന്നെ സന്തോഷിപ്പിക്കാൻ ആരും ഉണ്ട് എന്നുള്ളതാണ്. എന്നെ സന്തോഷിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ നേരിട്ട് സ്വന്തം കണ്ടെത്തിയെടുത്താണ്. ഒറ്റയ്ക്ക് പോയിരുന്ന് സിനിമാ തിയേറ്ററിൽ ഇരിക്കാനും, ഒറ്റയ്ക്ക് പോയി ചായ കുടിക്കാനും, ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിക്കാനും, കിട്ടുന്ന കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് ബാക്കി എൻ്റെ മെൻ്റൽ വെൽനെസ്സിനും എൻ്റെ ഫിസിക്കൽ വെൽനെസ്സിനും വേണ്ടി യൂസ് ചെയ്യാനും എൻ്റെ ഫാമിലിക്കൊപ്പം ചിലവഴിക്കാനും. നമുക്ക് ഇല്ല, ഏതൊരു യന്ത്രവും കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് എന്താ പറയുക വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടിട്ട് അത് ശരിയാക്കി എടുത്ത് വീണ്ടും അതിനെ റൂട്ടിലോട്ട് ഓടിക്കാനുള്ള എല്ലാ എഫേർട്ടും നമ്മൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ ചെയ്യുന്നു. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവനെ വിമർശിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ടാവും. സോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, നമ്മളെ വിമർശിക്കുന്നവരെവിടെയുണ്ട്, അവരോട് നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ പറയരുത്, നിങ്ങൾ വിമർശിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കാകുന്നില്ല, ഈ വിഷയങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് അവർ പാത്ത്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക, അതിലേ അങ്ങ് സഞ്ചരിക്കുക. അവരോട് മാറാൻ പറയുന്നതിനേക്കാൾ എളുപ്പം എന്താ, നമുക്ക് സ്വയം മാറുന്നതല്ലേ. അതിപ്പോൾ ഒരു സാമന്ത അക്കിനേനി ആയാലും, അക്കിനേനി പോയി സാമന്തയായാലും മിസ് സാമന്തയായാലും നമ്മളായാലും ജീവിതത്തിൽ ഡിവോഴ്സ് എന്ന് മാത്രമല്ല വാട്ട് എവർ ദ തിങ്സ് കംസ് ടു യു, നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ വരുന്നു പ്രയാസങ്ങളായിട്ട് ഉൾക്കൊള്ളുക, അതിനാദ്യം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് ആ പെയിനെ നമ്മൾ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് കരഞ്ഞോ വിഷമം എങ്ങനെയാണോ നമുക്കതിൻ്റെ പ്രയാസം കളയാൻ പറ്റുക കളഞ്ഞിട്ട് മൂവ് ഓൺ, മുന്നോട്ട് പോവുക. അതിനേക്കാൾ ബെറ്ററായ അതിനേക്കാൾ നല്ല എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ സംഭവിക്കാനുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. ഹാപ്പി ഈവനിങ്.